ഫെബ്രുവരി 22 ലോക പരിചിന്തന ദിനം, വേൾഡ് തിങ്കിങ് ഡേ. വിദ്യാർത്ഥികൾക്ക് ധൈര്യവും സ്ഥൈര്യവും നൽകി അവരെ പക്വതയും സാമൂഹ്യക്ഷേമ തൽപരതയുമുള്ള ഉത്തമ പൗരന്മാരാക്കി വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതും 160-ലധികം രാജ്യങ്ങളിലായി 50 ദശലക്ഷത്തിലധികം വിദ്യാർത്ഥി മനസ്സുകളെ കോർത്തിണക്കുന്നതുമായ മഹാപ്രസ്ഥാനമാണ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്. ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ബേഡൻ പവലിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 22 ലോകമെമ്പാടുമുള്ള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ ലോക സ്കൗട്ട് ദിനമായും ലോക പരിചിന്തന ദിനമായും വേൾഡ് തിങ്കിങ് ഡേ ആചരിക്കുന്നു. ബ്രിട്ടീഷ് സൈനികനായിരുന്ന റോബർട്ട് സ്റ്റീഫൻ സ്മിത്ത് ബേഡൻ പവൽ എന്ന ബേഡൻ പവൽ വിദ്യാർത്ഥികളെ സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ഉത്തമ പൗരന്മാരായി വാർത്തെടുക്കണമെന്ന ചിന്തയിൽ 1907 ഓഗസ്റ്റ് 1 ഇംഗ്ലണ്ടിലെ ബ്രൗൺസി ദ്വീപിൽ 21 കുട്ടികളുമായി തുടങ്ങിയ ഒരു ക്യാമ്പാണ് സ്കൗട്ട് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. 1908 സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. പുസ്തകമിറങ്ങി ഏതാനും നാളുകൾക്കകം ഇംഗ്ലണ്ടിൽ 100 കണക്കിന് സ്കൗട്ട് ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു. ഏറെ താമസിയാതെ വിവിധ ലോകരാജ്യങ്ങളിലും ഇത് വ്യാപിച്ചു. തുടക്കത്തിൽ ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഇത്തരം സ്കൗട്ട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. 1909 ലണ്ടനിൽ നടന്ന ആദ്യ സ്കൗട്ട് റാലിയിൽ ഒരു കൂട്ടം പെൺകുട്ടികൾ വന്ന് തങ്ങൾക്കും സ്കൗട്ടിൽ ചേരണമെന്നറിയിച്ചു. അങ്ങനെ 1910 ബേഡൻ പവൽ തൻ്റെ സഹോദരി ആഗ്നസ് പവലുമായി ചേർന്ന് പെൺകുട്ടികൾക്കായി ഗേൾ ഗൈഡ്സ് പ്രസ്ഥാനം ആരംഭിച്ചു. പിന്നീട് ബേഡൻ പവലിൻ്റെ ഭാര്യ ഒലാവ് പവൽ ഗേൾ ഗൈഡ്സിൻ്റെ ചുമതലയേറ്റു. 1926 മുതൽ ഗേൾ ഗൈഡ്സിൻ്റെ നേതൃത്വത്തിൽ ബേഡൻ പവലിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 22 ചിന്താദിനമായി ആചരിച്ചു തുടങ്ങി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗേൾ ഗൈഡ്സ് തമ്മിലുള്ള സൗഹൃദം പുതുക്കുവാനും പെൺകുട്ടികളുടെ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുവാനും അവസരമൊരുക്കുന്നതിനായാണ് ഇത്തരമൊരു ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. 1999 അയർലൻഡിൽ ചേർന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കോൺഫറൻസിൽ വെച്ച് മനുഷ്യരാശിയുടെ ആരോഗ്യകരമായ സഹജീവനവും സാഹോദര്യവും എന്ന വിശാല കാഴ്ചപ്പാടോടെ ആഗോളതലത്തിൽ എല്ലാ വർഷവും ഫെബ്രുവരി 22 ലോക പരിചിന്തന ദിനമായി ആചരിക്കുവാൻ സ്കൗട്ട് ഗൈഡ് സംഘടനകൾ തീരുമാനിച്ചു. സ്കൗട്ട്സ് മൂല്യങ്ങൾ പ്രചരിപ്പിക്കുക, സാഹോദര്യം വളർത്തുക, ലോക പുരോഗതിക്കും ലോക സമാധാനത്തിനുമായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ലോകമെമ്പാടുമുള്ള സ്കൗട്ട്സ് ഗൈഡുകൾ ഈ ദിനത്തിൽ പ്രത്യേക റാലികളും വിവിധ സേവന പ്രവർത്തനങ്ങളും നടത്തുന്നു. ജോർജ് വാഷിങ്ടൺ ജന്മദിനം. അമേരിക്കയുടെ രാഷ്ട്രപിതാവ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ സർവ്വസൈന്യാധിപൻ, അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് എന്നീ നിലകളിൽ ലോകശ്രദ്ധ നേടിയിട്ടുള്ള ജോർജ് വാഷിങ്ടൺ 1732 ഫെബ്രുവരി 22 ജനിച്ചു. 1494 ക്രിസ്റ്റഫർ കൊളംബസ് ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി ഇന്ത്യയിലെത്താനുള്ള ശ്രമത്തിനിടയിൽ ചെന്നുപെട്ട വൻകരയാണ് അമേരിക്ക. പിന്നീട് പല യൂറോപ്യൻ രാജ്യക്കാരും അവിടേക്ക് കുടിയേറുകയും സ്ഥിരതാമസം ഉറപ്പിക്കുകയും ആധിപത്യം കൈയാളുകയും ചെയ്തു. കൂടാതെ ആഫ്രിക്കയിൽ നിന്ന് കറുത്ത വർഗ്ഗക്കാരെ കൊണ്ടുവന്ന് അടിമകളാക്കി ജോലി ചെയ്യിക്കുകയും ഉണ്ടായി.
ഒടുവിൽ സാമ്രാജ്യത്വ ശക്തികളായിരുന്ന ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന സപ്തവത്സര യുദ്ധത്തിൽ ഫ്രാൻസ് പരാജയപ്പെടുകയും അമേരിക്ക ബ്രിട്ടൻ്റെ കോളനിയായി മാറുകയും ചെയ്തു. 1775 ജോർജ് വാഷിങ്ടൺ സർവ്വസൈന്യാധിപനായി അമേരിക്കൻ സ്വാതന്ത്ര്യയുദ്ധം ആരംഭിച്ചു. 8 വർഷം നീണ്ട സമരത്തിനു ശേഷം ബ്രിട്ടൻ പരാജയപ്പെടുകയും 1783 സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ജോർജ് വാഷിങ്ടൺ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും 1789 ഏപ്രിൽ 30 സത്യപ്രതിജ്ഞ ചെയ്യുകയുമുണ്ടായി. പുതിയ ഭരണഘടന എഴുതി തയ്യാറാക്കുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷനും ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. അമേരിക്കൻ ഭരണഘടനയാണ് എഴുതപ്പെട്ട ആദ്യ ഭരണഘടനയെന്ന് കണക്കാക്കപ്പെടുന്നത്. അമേരിക്കയെ ലക്ഷണമൊത്ത ആദ്യ ജനാധിപത്യ രാജ്യമായും കണക്കാക്കപ്പെടുന്നു. 1789 മുതൽ 1797 കാലം വരെ 2 തവണ പ്രസിഡന്റായി. മൂന്നാമത്തെ തവണയും അവസരമുണ്ടായിട്ടും അദ്ദേഹം അത് നിരസിച്ചു. 1799 ഡിസംബർ 14 ജോർജ് വാഷിങ്ടൺ അന്തരിച്ചു. പട്ടം താണുപിള്ള കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രിയായി. കേരളത്തിൽ 1957 അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് എതിരെ നടന്ന വിമോചന സമരത്തിൻ്റെ ഫലമായി EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ 1959 കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 29 സീറ്റോടെ നിയമസഭയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയും പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള PSP 20 സീറ്റ് നേടി 2ാം സ്ഥാനത്തും എത്തി. തുടർന്ന് തിരുവിതാംകൂറിലെ ആദ്യ മുഖ്യമന്ത്രിയും തിരുക്കൊച്ചിയിലെ 4ാമത്തെ മുഖ്യമന്ത്രിയുമായ പട്ടം താണുപിള്ള 1959 ഫെബ്രുവരി 22 കേരളത്തിൻ്റെ 2ാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. കോൺഗ്രസിലെ R. ശങ്കർ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമായി.